കഴിഞ്ഞ മെയ് 15 സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE ഒരു പുതിയ സർക്കുലർ ഇറക്കുകയുണ്ടായി. നമ്മുടെ സ്കൂളുകളിൽ ഷുഗർ ബോർഡ് കൊണ്ടുവരണം എന്നാണ് അതിനകത്ത് പറയുന്നത്. എന്തിനാണ് ഈ ഷുഗർ ബോർഡ് കൊണ്ടുവരണമെന്ന് CBSE സർക്കുലർ ഇറക്കാനുള്ള കാരണം? 4 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പരമാവധി 13%, 11 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പരമാവധി 15% ഇപ്പോൾ പഞ്ചസാരയിലൂടെ കലോറി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് കാരണം പലതരത്തിലുള്ള ജങ്ക് ഫുഡുകൾ, റിഫൈനറി ഫുഡുകളൊക്കെ കുട്ടികൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. പഞ്ചസാരയിലൂടെ കിട്ടുന്ന കലോറിയുടെ അംശം 5% അധികം കൂടാൻ പാടില്ല എന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. അപ്പോൾ ഇത് കുട്ടികളിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഇപ്പോൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് കൂടിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടതിന് CBSEക്ക് പ്രത്യേകിച്ച് ഒരു സർക്കുലർ ഇറക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. കുട്ടികളിൽ സ്കൂളുകളിൽ ഷുഗർ ബോർഡ് സ്ഥാപിക്കണം. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡിനെ കുറിച്ചും റിഫൈനറി ഫുഡിനെ കുറിച്ചും പഞ്ചസാരയുടെ അമിതമായിട്ടുള്ള ഉപയോഗത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളും പരിപാടികളും സംഘടിപ്പിക്കണമെന്നാണ് CBSE പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. ഇത് മുമ്പേ ചെയ്യേണ്ടതായിരുന്നതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം കുട്ടികൾ മാത്രമല്ല, നമ്മുടെ മുതിർന്നവരാണെങ്കിൽ ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറും ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ബേക്കറി പലഹാരങ്ങൾ, എണ്ണ പലഹാരങ്ങൾ, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മായം കലർന്ന ഫാസ്റ്റ് ഫുഡായിട്ടുള്ള വിവിധ തരം ഭക്ഷണങ്ങൾ നമ്മൾ മുമ്പ് കഴിക്കുന്നതിനേക്കാൾ അധികം ഇന്ന് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ 9-ൽ ഒരാൾക്ക് ക്യാൻസർ രോഗം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നു. അതുപോലെ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത്. ഏകദേശം 20-25% പ്രമേഹ രോഗികൾ കേരളത്തിലുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ക്യാൻസറിൻ്റെയും പ്രമേഹത്തിൻ്റെയും അതുപോലെ തന്നെ കരൾ രോഗം വന്നാലും അതുപോലെ തന്നെ കിഡ്നി, കരൾ പോലെയുള്ള രോഗങ്ങളുടെയൊക്കെ ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണശീലം തന്നെയാണ്. നമ്മളിന്ന് കഴിക്കുന്ന ഒരു ഭക്ഷണശീലത്തിനകത്ത് മാറ്റം വരുത്തേണ്ടത് വളരെ അനിവാര്യമാണ്. പക്ഷെ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോക്കൂ, നമ്മൾ ഇതേക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയില്ല. നമ്മുടെ ഭക്ഷണത്തെ ശീലങ്ങളൊക്കെ മാറ്റണമെന്നോ നമ്മുടെ ജീവിതശൈലി മാറ്റണമെന്നോ പറയില്ല. പകരം രോഗം വന്ന് ചികിത്സിക്കാനാണ് ആളുകൾക്ക് വലിയ താല്പര്യം. ഇപ്പോൾ രോഗം എന്ത് വന്നു കഴിഞ്ഞാലും, ഇപ്പോൾ കിഡ്നി പോയി വന്നാൽ മാറ്റി വയ്ക്കാനുള്ള പണം പാവപ്പെട്ടവരിൽ നിന്നാണെങ്കിൽ പിരിച്ച് നമ്മൾ കൊടുത്ത് കിഡ്നി മാറ്റി വയ്ക്കും. പക്ഷെ കിഡ്നി പോകാനുള്ള കാരണം, അതിൻ്റെ മൂലകാരണം എന്താണ്? അതിൻ്റെ ആ മൂലകാരണത്തെ ചികിത്സിക്കാൻ, അതിന് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ നമ്മൾ പണം പിരിവ് നടത്തി പ്രതിരോധ പരിപാടികൾ അല്ലെങ്കിൽ ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ നടത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഭക്ഷ്യകൃഷി കുറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഭക്ഷ്യകൃഷിയെയും കാർഷിക മേഖലയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഹകരണ ബാങ്കുകളൊക്കെ തുടക്കത്തിൽ കാർഷിക സഹകരണ ബാങ്കുകളായിരുന്നു. അപ്പോൾ കാർഷിക സഹകരണ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറഞ്ഞാൽ കർഷകർ അവരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള